ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിജ. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തുടർന്ന് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും 1000 നന്ദി. രാവിലെ ചെറിയൊരു ചൂടുവെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ? അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ റോസ്മേരി വാട്ടർ ഒന്നും പതിവല്ല കേട്ടോ. ചിലപ്പോൾ ജീരകവെള്ളം കുടിക്കും, ചിലപ്പോൾ ഓരോ മൂടനുസരിച്ച് തുളസി വെള്ളം കുടിക്കും, ഇങ്ങനെ അല്ലെങ്കിൽ പച്ചവെള്ളം തന്നെയായിരിക്കും കുടിക്കുന്നത്. എന്ന് ഈ റോസ്മേരി വാട്ടർ ഒന്നും കുടിക്കുന്നത് പതിവൊന്നുമല്ല. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. ഇന്ന് എനിക്ക് റോസ്മേരി വാട്ടർ കുടിക്കാൻ തോന്നി, അങ്ങനെ ഞാൻ കുടിച്ചു. അല്ലെങ്കിൽ പച്ചവെള്ളമൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. വീണ്ടും ഞാൻ പുറത്തിറങ്ങി ഒരു പാവൽ വിത്ത് അവിടെ നടണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കോഴികളൊക്കെ വന്ന് ചെതയുന്നത് കൊണ്ട് ഞാൻ കവറിനകത്താക്കി മുളപ്പിച്ചു. അതിങ്ങനെ കവറോട് കൂടി കൊണ്ടുവന്ന് നടുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പടർന്ന് വരുമ്പോൾ ഞാൻ കവറൊക്കെ പൊട്ടിച്ച് നന്നായിട്ട് വേരോടാൻ സഹായിക്കും. ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ പല കൃഷികളും ഫ്ലോപ്പായി പോകും. അപ്പം ഞാൻ വിചാരിക്കും ഇനി എനിക്ക് ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ഇത് വളർന്ന് പന്തലിച്ച് ഇങ്ങനെ കായൊക്കെ പിടിച്ച് കിടന്ന് അതിനകത്ത് നിന്ന് ഓരോ കായ്കളൊക്കെ പറിച്ചുകൊണ്ട് ഒന്ന് തോരൻ വെക്കി വെഴുക്ക് പുരട്ടി വെക്കുകയും കറികളൊക്കെ വെക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടും. വിഷരഹിതമായ രീതിയിൽ നമ്മുടെ തൊടിയിൽ നിന്ന് ഒരു ചെറിയ പച്ചമുളകെങ്കിലും പറിക്കാൻ കിട്ടിയാൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ? നമ്മളിങ്ങനെ വയലുകളിൽ കൂടിയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ കൃഷിയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണില്ലേ? അപ്പം ഞാൻ വിചാരിക്കും എന്താ രസം ഇത്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയല്ലേ ഇത്. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് ആലോചിക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ കൃഷി പറമ്പ് നിറച്ചങ്ങ് നടണമെന്ന്. പക്ഷേ ഇതൊന്നും സാധിക്കാറില്ല. ഇനി അതൊക്കെ സാധിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതെ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ റോസ്മേരി വാട്ടർ എന്തിനാണ് ഞാൻ കുടിക്കുന്നത്? പക്ഷെ കുടിക്കാനും വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെ ഇത് സാലഡിനൊക്കെ ആണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് വീഡിയോസിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ ഉപയോഗിച്ച് തലമുടി കൊഴിച്ചിന് വളരെ നല്ലതാണ്, തലയിൽ തേക്കാനും. പണ്ട് കാലങ്ങളിൽ നമ്മുടെ തൊടികളിലൊക്കെയാണ് ഇഷ്ടംപോലെ കൂൺ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെ കിട്ടാറേ ഇല്ല. അതുകൊണ്ട് ഒരു പാക്കറ്റ് കൂൺ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊരു കൂൺ മസാല ഉണ്ടാക്കുന്നതാണ് ഞാൻ എടുത്തത് ഇവിടെ കാണിക്കുന്നത്. കൂണെടുത്ത് അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ പുറന്തോലൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി അത് നന്നായി കട്ട് ചെയ്തു. പിന്നീട് അതിലേക്ക് ആവശ്യമായ വേണ്ടുന്ന മസാലകളൊക്കെ എടുത്തു വെച്ചു. അതായത് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല മുതലായവ. സ്റ്റൗ കത്തിച്ച് പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് ജീരകവും കൂടി ഇട്ടു. ജീരകം ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് സവാള ഇട്ടു. ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്തു. അതിലേക്ക് പച്ചമുളക് ആവശ്യമെങ്കിൽ പച്ചമുളക് ഇടുക. ഞാൻ പച്ചമുളക് ഇട്ടില്ല, പച്ചമുളക്. പിന്നീട് അതിനകത്ത് ഒരു തക്കാളി പേസ്റ്റ് ചെയ്തത് അത് അതിനൊക്കെ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൂണെടുത്തിട്ടു. അത് കൂണൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നന്നായി വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തു. അങ്ങനെ നാം നമ്മുടെ പാടത്തെത്തി. ഇത് നമ്മുടെ പാടമല്ല കേട്ടോ, ഇത് ആരുടെയൊക്കെയോ പാടങ്ങൾ. ഞാൻ അതിൽ കൂടി ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. തോറ്റു പോകുന്ന അവസ്ഥ, നമ്മുടെ സ്വപ്ന ജീവിതം നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ. എന്താണ് ഇതിന് പരിഹാരം? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? അതിനായി ആദ്യം നമുക്ക് വേണ്ടത് അത് നമ്മളെ തന്നെ നമുക്കൊന്ന് ശുദ്ധീകരിക്കാം. ഈ പുറമേ കാണുന്ന ശുദ്ധീകരണമല്ല. അതായത് ദേഷ്യം, സങ്കടം, അസൂയ, കുശുമ്പ് ഇവയെല്ലാം മാറ്റി
ഒരു പ്യുവർ ഹാർട്ട് മൈൻഡ് സെറ്റാക്കി നമുക്ക് മാറ്റാം. നമ്മുടെ മനസ്സിനെ പറ്റിയ മുറിവുകൾ ഉണങ്ങാൻ നമ്മൾ തന്നെ വിചാരിച്ചാലേ പറ്റൂ. ഒരു പുതിയ വ്യക്തിയായി മാറണമെങ്കിൽ ഈ നെഗറ്റീവ് ചിന്താഗതികളെ എല്ലാം കാറ്റിൽ പറത്തി ഒരു പുതിയ വ്യക്തിയായി നമുക്ക് പറന്നു വരാൻ സാധിക്കട്ടെ. നമ്മൾ വിചാരിക്കും ചിലപ്പോഴൊക്കെ നമ്മളെ ആരെങ്കിലും ഒന്ന് സഹായിക്കും, നമ്മളെ വേണ്ടുന്ന രീതിയിൽ ഒന്ന് കൈപിടിച്ച് ഉയർത്തുമെന്നൊക്കെ. പക്ഷേ ഇല്ല, ആരും ഒന്ന് നമ്മളെ ഒരു കൈപിടിച്ച് ഉയർത്താൻ കാണില്ല, നമ്മളെ രക്ഷപ്പെടുത്താനും ആരും കാണില്ല. അത് നമ്മൾ തന്നെ സ്വയം വിചാരിച്ച് മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങൾ നേടുവാൻ നമുക്ക് സാധ്യമാകൂ. ഇതെല്ലാം നേടിയെടുക്കണമെങ്കിലും ഉള്ളിൽ നാം ദൈവഭയമുള്ളവരായിരിക്കണം, നന്നായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, നന്നായി മെഡിറ്റേഷൻ ചെയ്യുന്നവരുമായിരിക്കണം. അപ്പോൾ നമുക്ക് ദൈവസഹായം വേണ്ടതിൽ അധികം നമുക്ക് ഉണ്ടാകും. നമ്മുടെ ഈ ജീവിതം കൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ജീവിതം വെറുതെ അങ്ങ് ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിന് അതിൻ്റേതായ വാല്യൂ നാം കൊടുക്കാറുണ്ട്. അത് നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് ഒരു സാധ്യതയുമില്ല. പക്ഷേ എങ്കിലും നാം ആഗ്രഹിക്കാറില്ലേ നമുക്കും തിരിച്ച് ഈ വാല്യൂ ഒക്കെ കിട്ടണമെന്ന്? നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് പോലും നമുക്ക് ചിലപ്പോൾ അതിൻ്റെതായ വാല്യൂ കിട്ടണമെന്നില്ല. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നാം ഓരോ കാര്യങ്ങളും അടിപൊളിയായിട്ടങ്ങ് ചെയ്തോണം. നമ്മൾ നല്ല രീതിയിലാണോ മറ്റുള്ളവരോടും പെരുമാറുന്നത്? മറ്റുള്ളവർ നമ്മളോട് നല്ല രീതിയിലാണോ പെരുമാറുന്നത്? ഇല്ല എങ്കിൽ കൊടുത്തേക്കണം കൂലി. ഈ പാടത്തിൻ്റെ കുറച്ച് സ്ഥലത്ത് വേസ്റ്റായിട്ട് കിടപ്പുണ്ട്. അവിടെ ഒന്നും നട്ടിട്ടില്ല. ഞങ്ങൾ അതിലെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചുമ്മാ അതിങ്ങനെ നടന്ന് അവിടെ ഇഷ്ടംപോലെ പുല്ലുകളുണ്ട്. അവിടെ പോത്തിനെയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കുറച്ച് ഭാഗത്താണെങ്കിൽ ഈ കോട്, വാഴ മുതലായ കൃഷികളൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. കോൺ കൃഷി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതൊരു ലഡു പൊട്ടി. ഒരു കോൺ കിട്ടിയിരുന്നുവെങ്കിൽ ഉപ്പും മുളകും കുട്ടി നാരങ്ങ നീരൊക്കെ ഇട്ടൊന്ന് കഴിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചു. നീ അവരോട് കോൺ വിളഞ്ഞിട്ട് വേണം അവരോടൊന്ന് ചോദിച്ചു മേടിക്കാൻ, കാശ് കൊടുത്ത് മേടിക്കാൻ. ഫ്രീ ആയി തരികയാണെങ്കിൽ അത്രയും നല്ലതല്ലേ? ഇത് വയൽ ചെടി. ഇത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വയൽ ചെടി എന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ ഇവിടെ പിടിച്ച് നിൽപ്പുണ്ട്. പിന്നീട് ഇവിടെ തോട്ടരികിലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഒരു നമ്മൾ പണ്ട് കാലത്ത് തഴപ്പായൊക്കെ ഇട്ട് ഉപയോഗിക്കത്തില്ലേ, ആ തഴപ്പായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം, ആ ചെടിയാണ് ഈ കാണുന്നത്. പിന്നീട് എൻ്റെ മകൾ, അവൾ വളരെ ഹാപ്പിയാണ്. അവളിങ്ങനെ ഓടിച്ചാടി റിലാക്സ് അടിച്ച് ഇങ്ങനെ ഹാപ്പിയായി ഒരു ബട്ടർഫ്ലൈ പോലെ പറന്ന് നടക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ വന്നു. അതിൻ്റെ ക്ഷീണമാറാൻ ഞങ്ങളൊരു തേയില വെള്ളമൊക്കെ ഇട്ട് കുടിച്ചു. വളരെ ഹാപ്പിയായി. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പെടുത്താൻ മറക്കല്ലേ. നിങ്ങളുടെ സബ്സ്ക്രൈബുകളും ലൈക്കുകളും ഷെയറുകളുമാണ് എൻ്റെ ചാനലിൻ്റെ മോട്ടിവേഷൻ. അതിനായി നിങ്ങൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യൂ. എൻ്റെ ചാനൽ വളരട്ടെ.